പെട്രോളും വേണ്ട ഡീസലും വേണ്ട അല്ല EV ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ടാറ്റന്റെ ടിയാഗോ. എങ്ങനെയാണ് നാസർക? ഇത് 2023 മോഡല്. ഓക്കെ. പിന്നെ EV ആണ്. പിന്നെ ഇത് മിഡ് റേഞ്ചാ, 200 കിലോമീറ്റർ കിട്ടുന്ന. 200 കിലോമീറ്റർ റേഞ്ച് കിട്ടൂല? 200 അടുത്തൊക്കെ ആയിട്ട് കിട്ടും ഫുൾ ചാർജില്. ഓക്കെ. വേറെ വണ്ടി ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ, ആകെ 39 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിച്ചു? സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലോൺ വേണ്ടവർക്ക് മാക്സിമം ലോൺ ഫുള്ള് കിട്ടുമോ? ഫുള്ള് കിട്ടും അറിയില്ല, നമ്മള് ഫസ്റ്റ് ആയിട്ടാണ് EV ചെയ്യണത്. ലോൺ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ കിലോമീറ്റർ കുറവാണ്, 39 ഓടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ വാറന്റി ഉള്ള വണ്ടിയാണ്, കമ്പനി വാറന്റി ഉള്ള. ബാറ്ററിക്ക് കാര്യങ്ങളൊക്കെ ബാറ്ററിക്ക് വാറന്റി ഉണ്ടാവില്ല. 24 മോഡല്? 23 വാറന്റി പുതുക്കിയിട്ടുണ്ട്, പുതിയ പുതുക്കിന്. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ഒരു കൊല്ലത്തിനൊന്നും ടെൻഷൻ വേണ്ട? ഒരു കൊല്ലത്തിന് 2 കൊല്ലത്തിനും ടെൻഷൻ, ഒരു ടെൻഷനും വേണ്ട അല്ല. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? ഇതിന് നമ്മള് 6 ലക്ഷം രൂപ കൊടുക്കാം. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിലെ സ്കൈവേ മോഡൽസിലാണ്. നാസർക്ക എന്തൊക്കെയുണ്ട്? നാസർക്ക ഇതിന്റെ ഓണറാണ്. പിന്നെ കുറെ വണ്ടികൾ ഇപ്രാവശ്യം കേറിയിട്ടുണ്ടല്ലോ, പുതിയ വണ്ടികൾ കുറെ വന്നാണ്. 2 ഇന്നോവ ഉണ്ട്, മഹീന്ദ്രന്റെ താറ് വന്നിട്ടുണ്ട്. ഒരുപാട് SUV വണ്ടികളാണ് കൂടുതലും. പിന്നെ സെഡാൻ ഉണ്ട്, അതുപോലെ തന്നെ ചെറുവണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല വണ്ടികളാണ്. വാറന്റി ഒക്കെ മൂപ്പര് തരും, ഒരു കൊല്ലം വരെ. ഒരു കൊല്ലം നമുക്ക് വാറന്റി തരും. എഞ്ചിനും ഗിയർ ബോക്സിനും 1 വർഷം വാറന്റി കൊടുക്കും. അപ്പൊ നമ്മളത് വണ്ടി നല്ല വണ്ടി ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ല വണ്ടി എടുക്കുമ്പോ നമ്മൾ കസ്റ്റമറെ അടുത്ത് ഈ നല്ല വില കൊടുക്കേണ്ടി വരും. അതെ, ഞാൻ എല്ലാവരോടും പറയല അങ്ങനെ. വണ്ടിക്ക് ഒരു 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കാം. നമ്മള് വണ്ടി എടുത്ത് നേരെ വാറന്റി എടുക്കും ഒരു കൊല്ലം. അതെ. ഞങ്ങളിപ്പോ ഒരു പാർട്ടിന്റെ അടുത്ത് വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് വാറന്റി കിട്ടും. എവിടെ നിന്ന് കൊടുക്കാം? 10 രൂപ നമ്മളെക്കാട്ടി കുറച്ച് കിട്ടും. റോഡിൽ ഇറക്കി കഴിഞ്ഞാല് ഞങ്ങൾക്ക് അറിയില്ല. കമ്പനി വാറന്റി കഴിഞ്ഞാൽ പിന്നെ ഒരു വാറന്റി ഉണ്ടാവില്ല. നമ്മളൊരു കമ്പനി വാറന്റി കഴിഞ്ഞാൽ 2018 മുതലുള്ള എല്ലാ വണ്ടിക്കും 1 വർഷം വാറന്റി. അതെ. ഓക്കെ. വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. പിന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോ ഇത് നസറൊക്കെ ഇത് ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു? നമ്മള് ഇവിടെ പിന്നെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് നമ്മളുള്ളത്. അപ്പൊ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് വരുമ്പോ, കോഴിക്കോട് ഭാഗത്ത് നിന്ന് കൊണ്ടോട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഒരു 7 കിലോമീറ്റർ വന്ന മുസ്ലിയാരങ്ങാടി. അതേപോലെ പാലക്കാട് നിലമ്പൂര് ആ ഭാഗത്ത് നിന്ന് വരുമ്പോ മുറയൂര് കഴിഞ്ഞാല് ഇവിടെ നമ്മളെ നേരെ ഓപ്പോസിറ്റ് നെയ്യാറിന്റെ പെട്രോൾ പമ്പ് ഉണ്ട്. അതാണ് നമ്മളെ ലാൻഡ്മാർക്ക്. ഓക്കെ. അപ്പോ ഇവരെ നമ്പർ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പൊ അതില് വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ലൊക്കേഷൻ അയച്ചു തരും. പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ? എക്സ്ചേഞ്ച് ചെയ്യാം. ഇനി വേറെ ആരെങ്കിലും വണ്ടി ക്യാഷിന് വിൽക്കണവരുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കാം. അവരുടെ വണ്ടി നമ്മൾ ക്യാഷിന് പർച്ചേസ്. അതെ, നല്ല വാഹനങ്ങളൊക്കെ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് ബന്ധപ്പെട്ടോ, മൂപ്പര് വണ്ടി എടുക്കും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് നല്ല വണ്ടികൾ കൊണ്ടുവന്നാലും ചെയ്യൂല. ഓക്കെ. അപ്പോ നമ്മള് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കുന്നതല്ല. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു ജനപ്രിയ വണ്ടി തന്നെ ആയിക്കോട്ടെ അല്ലെ. ഒരു കിതുമത്തിന്റെ കുത്തമ്മിനാർ ഫോർച്യൂണർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് നാസർക്ക ഇത് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡല് റേസർ വണ്ടിയാണ്. ഓക്കെ. 1,80,000 ഓടിന്, സിംഗിൾ ഓണർ വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി, ടയർ 5 പുതിയത്, നല്ല പെട്ടി പീസല്ല. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാട്ടോ. ഒക്കെ കാണിച്ചു കൊടുക്കാം വരുന്നവർക്ക്. നമ്മുടെ കയ്യിലുണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 14,90,000. 14,90,000 അല്ലെ? ഇത് 2 വീലർ 4x4? 2 വീല് ഓട്ടോമാറ്റിക് അല്ല. ഓക്കെ. വേറെ വണ്ടിയുമ്പോ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നീറ്റ് വണ്ടി. മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ലല്ലോ? ഒന്നും മാറിയില്ല. ഓ, അത്രക്ക് പക്ക നല്ല നീറ്റ് വണ്ടി. ലോണൊക്കെ ചെയ്യാൻ പറ്റൂലേ? ലോണൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? പെട്രോളും വേണ്ട ഡീസലും വേണ്ട അല്ല, EV ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ടാറ്റന്റെ ടിയാഗോ. എങ്ങനെയാണ് നാസർക്ക? ഇത് 2023 മോഡല്. ഓക്കെ. പിന്നെ EV ആണ്. പിന്നെ ഇത് മിഡ് റേഞ്ചാ, 200 കിലോമീറ്റർ കിട്ടുന്ന. 200 കിലോമീറ്റർ റേഞ്ച് കിട്ടൂല? 200 അടുത്തൊക്കെ ആയിട്ട് കിട്ടും ഫുൾ ചാർജില്. ഓക്കെ. വേറെ വണ്ടി ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ, ആകെ 39 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിച്ചു? സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലോൺ വേണ്ടവർക്ക് മാക്സിമം ലോൺ ഫുള്ള് കിട്ടുമോ? ഫുള്ള് കിട്ടും അറിയില്ല, നമ്മള് ഫസ്റ്റ് ആയിട്ടാണ് EV ചെയ്യണത്. ലോൺ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ കിലോമീറ്റർ കുറവാണ്, 39 ഓടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ വാറന്റി ഉള്ള വണ്ടിയാണ്, കമ്പനി വാറന്റി ഉള്ള. ബാറ്ററിക്ക് കാര്യങ്ങളൊക്കെ ബാറ്ററിക്ക് വാറന്റി ഉണ്ടാവില്ല. 24 മോഡല്? 23 വാറന്റി പുതുക്കിയിട്ടുണ്ട്, പുതിയ പുതുക്കിന്. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ഒരു കൊല്ലത്തിനൊന്നും ടെൻഷൻ വേണ്ട? ഒരു കൊല്ലത്തിന് 2 കൊല്ലത്തിനും ടെൻഷൻ, ഒരു ടെൻഷനും വേണ്ട അല്ല. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? ഇതിന് നമ്മള് 6 ലക്ഷം
6 ലക്ഷം രൂപ കൊടുക്കാം. ഹിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് മഹീന്ദ്രന്റെ താറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു ഗ്രേ കളർ അല്ലെ? ഗ്രേ കളർ, നല്ലൊരു വെറൈറ്റി കളറാണ്. എങ്ങനെയായിരുന്നു ഇത്? ഇത് 2024 മോഡല്. ഓക്കെ. 2 വീല് ഡീസൽ ആണ് വണ്ടി. ഡീസൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, 32,000 കിലോമീറ്റർ ഓടിയിട്ട്. 32,000 ഓടിച്ചു. ഓക്കെ. ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. നീറ്റ് വണ്ടി. ടയറൊക്കെ ഏകദേശം 75-80% ടയർ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല? നല്ല നീറ്റ് വണ്ടി. ഓക്കെ. വേറെ ഈ തട്ടുമുട്ട് ഒരു സംഭവമില്ല. അതൊരു സംഭവമില്ല. അങ്ങനത്തെ ഒരു സംഭവം ഷോറൂം ഇറക്കും പോലെ ഇറക്കിട്ട് കൊണ്ടുപോവാ. 20 എത്ര മോഡല്? 24. ഏറ്റവും ലേറ്റസ്റ്റ് അല്ല? 13.5 ലക്ഷം രൂപ. 13.5 കൊടുക്കാം. 13.5. അതും ഡീസൽ വണ്ടി. ഡീസൽ. മൈലേജ് എത്ര കിട്ടൂല്? ഇതിനൊരു 15-14 ആയിട്ട് 14 മൈലേജ് കിട്ടൂല. ഓക്കെ. ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇതിന് ഒരു 1 ലക്ഷം റുപ്യന്റെ ബാക്കി ലോൺ ചെയ്യാം. 1 ലക്ഷം റുപ്യ ഈ വണ്ടി ഇറക്കാം. ഇറക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടാ. ഒരു നയാ പൈസ ഇല്ലാതെ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഹൂണ്ടായിന്റെ വെന്യൂ ആണ്. സൺറൂഫ് ഒക്കെ പനോരമിക്ക അല്ല, സൺറൂഫ് അല്ല, സാധാ സൺറൂഫ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഇവിടെ ഈ വെന്യൂ നോക്കുന്ന ആരെങ്കിലും, നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളെ ഫാമിലി ആരെങ്കിലും വെന്യൂ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. കാരണം ഇവിടെ ഒരു 4-5 പീസോളം വെന്യൂ ഉണ്ട്. അതും സൺറൂഫ് ഒക്കെ എല്ലാത്തിലും ഉണ്ടല്ലോ സൺറൂഫ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2019 മോഡല്. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. 1.5 ലക്ഷം ഓടിന്. കമ്പനി ഫുൾ സർവീസ് ഉണ്ട്. ഫുൾ കമ്പനി സർവീസ്. 1.5 വരെയുള്ള സർവീസ് ഉണ്ട്. വേറെ തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. പിന്നെ ഇതിന് ചോദിക്കണ വില 6,70,000 രൂപ. 6,75 കൊടുക്കാം. 6,75. അതും ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. ഒരു പൈസ വേണ്ട. ആവശ്യക്കാർ വന്നോട്ടല്ലേ? ഓക്കെ. ഹോണ്ട സിറ്റി 2015. പുതിയ കേറിയ വണ്ടി അല്ലേ? പുതിയ 2015 മോഡലാണ്. 15 മോഡലാണ്. ഓക്കെ. അതായത് ബി ആണ് ഓപ്ഷന്. സൺറൂഫ് ഒന്നും ഡീസലാ? ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 1.70 ഓടിന്. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. വേറെ പിന്നെ ഓയിലടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസും ഇല്ല. തട്ടുമുട്ട് ഇതിന് നമ്മൾ ചോദിക്കണ വില 5 ലക്ഷം റുപ്യ ചോദിക്കും. 5 ലക്ഷം. കേരള വണ്ടിയല്ല? കേരള വണ്ടി. ലോണും കിട്ടും. ഒരു 4 ലക്ഷം റുപ്യ ലോണും കിട്ടും. 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാനും പറ്റും. ലക്ഷത്തിന്റെ ഉള്ളിലുണ്ടായ ഈ ബ്ലാക്ക് കളറിനോട് കമ്പുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. നല്ല ചപ്പൊളി കളർ. കമ്പനി കളർ തന്നെയല്ലേ ഇത്? കമ്പനി കളർ. ഒരു ടെൻഷൻ വേണ്ട. കമ്പനി അലൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടെൻഷൻ വേണ്ട. സ്റ്റീരിയോ ഒക്കെ വില കൂടിയ സ്റ്റീരിയോ. ഓക്കെ. ഇന്ത്യയിൽ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ലേറ്റസ്റ്റ് മോഡലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു 4-ന്റെ എക്കോസ്പോർട്ട് അല്ല? ഓക്കെ. അതും പെട്രോൾ വണ്ടി. പെട്രോൾ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടി. ആകെ 25,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടി അല്ല? ടൈറ്റാനിയം വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. സൺറൂഫ് വരും. നല്ല നീറ്റ് വണ്ടി. സിംഗിൾ ഓണർ. ഒരു തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഇന്ത്യൻ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും വരുന്നുണ്ടല്ലോ ഇതില്. ആൻഡ്രോയിഡ് പുഷ്പട്ടന് വരുന്നുണ്ടല്ലോ. ഓക്കെ. ബാക്ക് വൈബർ അതുപോലെ തന്നെ സൺറൂഫ് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. എത്ര ചെയ്യാൻ പറ്റും ഇത്? 7 ലക്ഷം രൂപ. 7 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോണ് ഒരു 80 ഉറുപ്പിക ബാക്കി ലോൺ ചെയ്യാലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഹിദ്മത്തിന്റെ മാരുതിന്റെ സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. അതും ടോപ്പാണ് കേട്ടോ. ZXi ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയാണ് ആശ്രിക ഈ മോഡല്? ഇത് 2015 മോഡല്. ZXi ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ. നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ. നീറ്റ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് എടുക്കണേ. ഓക്കെ. വേറെ തട്ടുമുട്ടൊന്നുമില്ലല്ലോ? 3.10 വില. 3.10 കൊടുക്കാം. 15 ഓട്ടോമാറ്റിക് വണ്ടി. 3.10. മാക്സിമം ലോണും ഫുള്ള് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. മാക്സിമം ഫുള്ള് കിട്ടും. 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. വിലപ്പാകം ഉണ്ട്, നോക്കിക്കോ. നല്ല കറുത്തൊരു കരിമ്പുലി. സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാനാണ്. അതും കിയാന്റെ സോണറ്റ് അല്ലേ? എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2023 മോഡല്. IMT തന്നെ. ക്ലച്ച് ഇല്ലാത്ത ടൈപ്പ്. ക്ലച്ച് ഇല്ലാത്ത IMT. പെട്രോൾ ആണ് വണ്ടി. 42,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കമ്പനി വാറന്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസോ സംഭവം ഒന്നുമില്ല. നല്ല നീറ്റ് പെട്ടി പീസ്. സൺറൂഫ് വരും. പുഷ്പട്ട സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരുന്നത്. ഇത് ഏത് ഓപ്ഷൻ? HDK പ്ലസ്. ഏകദേശം എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. സെറ്റപ്പ് വരും. അലവിലല്ലാത്തൊക്കെ വരും. ഓക്കെ. എത്രയായിരുന്നു വില? ഇതിന് 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ കൊടുക്കാം. മാക്സിമം ലോൺ ഏകദേശം ഒരു 50 ഉറുപ്പിക ബാക്കിയൊക്കെ ലോൺ ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ ഫുൾ ലോണും കിട്ടും. ഓക്കെ. ഫുൾ ലോണും കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിലും നോക്കിക്കോട്ടോ.
ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് സൺറൂഫ് അടുക്കം വരുന്ന ഹോണ്ട സിറ്റി, അതും ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014 മോഡല്. ഒറിജിനൽ കേരള വണ്ടിയാണ്. വേറെ തട്ട് മുട്ട് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പുഷ്പട്ട സ്റ്റാർട്ടിങ്, സൺറൂഫ്, അലൈവീല് എല്ലാം വരുന്നുണ്ടല്ലേ? ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടി, എല്ലാ ഓപ്ഷനും വർക്കിംഗ്. അതും ടെൻഷൻ വേണ്ട, കേരള വണ്ടിയാണ്. പിന്നെ 170 ഓടീന്. ഓക്കെ, ഇതിന് നമ്മൾ ചോദിക്കണ വില 4,90,000. 490 ചോദിക്കുന്നുണ്ട്. കേരള വണ്ടിയാണ്. റീന്റെ വിലക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു റീ വണ്ടിന്റെ വിലക്ക് കേരള വണ്ടി കൊടുക്കണം. 4,300 കൊടുക്കണം. അതെ, ഹോണ്ട സിറ്റി. പിന്നെ ഇത് ഓട്ടൊന്നും വലിയ സീനില്ല. ഇത് ടൊയോറ്റന്റെ അതേപോലെ തന്നെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. വണ്ടി നമ്മൾ ഇത് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയല്ല? സർവീസ് കമ്പനി സർവീസ് ഉള്ളതാ. ഇതൊക്കെ വന്ന് കണ്ടാൽ നിങ്ങൾ എടുത്തു പോകും കേട്ടോ. ചെറിയ പൈസക്ക് നല്ലൊരു വണ്ടി. അതെ, നല്ല വണ്ടി, ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആവശ്യക്കാരന്റെ ലോണും കിട്ടുമല്ലോ? ലോൺ കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. വെന്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാനാണ് കേട്ടോ. എങ്ങനെയാണ് ആസർക്ക് ഇത് മോഡല്? ഇത് 2022 മോഡല്. ഓക്കെ, ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി. സൺറൂഫ്, പുഷ്പട്ട സ്റ്റാർട്ടിങ്, ക്രൂയിസ് കൺട്രോള്, ഡിഫോഗർ, എല്ലാ സെറ്റപ്പ് ഉള്ള SX വണ്ടി. ഡീസൽ വണ്ടി, അലവിലൊക്കെ ഉള്ള ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. നല്ല മൈലേജ്, ഒരു 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. പിന്നെ നിലവിൽ കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, പിന്നെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ഗ്യാരണ്ടി. കണ്ണ് ചിമ്മിട്ട് എടുക്കാം. കണ്ണ് ചിമ്മിയും ചിമ്മാതൊക്കെ എടുക്കാം. വണ്ടിയാണ്. സിംഗിൾ ഓണർ ആട്ടോ വണ്ടി. ഇതിന് ചോദിക്കണ വില 9,70,000. 970 ചോദിക്കുന്നുണ്ട്. ലോൺ വേണ്ടവർക്ക് ഒരു 70 ഉറുപ്പിന്റെ ബാക്കി ലോൺ ചെയ്യല. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഒരു ഇന്നോവ കാർ നോക്കുന്ന ആളാണെങ്കിൽ കണ്ണ് ചിമ്മിയിട്ട് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം, അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ആട്ടോ. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല നാസർക്ക. നീറ്റ് വണ്ടി, നല്ല നീറ്റ് വണ്ടി. വില കുറച്ച് കൂടുതൽ ഉണ്ടാവും. വിലന്റെ നോക്കണ്ടേ വേണ്ട. ഇന്നോവയുടെ ക്രാഷ് ഉള്ള ഒരു വന്നോട്ടല്ല. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്. 5151 KL 11. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2014 മോഡല്, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ ഓപ്ഷൻ വി ആട്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. G4 ഉള്ള വി ഓപ്ഷൻ ആണ് കേട്ടോ. ഏറ്റവും ഫുൾ ആണ്. അലോയ്സ് ഒക്കെ വരുന്ന 4 പുതിയതാണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. വില നമ്മൾ ചോദിക്കുന്നത് 10,70,000. 10,70 ആണ് ചോദിക്കുന്നത് അല്ലേ? ഇത് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള, കോഴിക്കോട് റൈസർ വണ്ടി. കോഴിക്കോട് വണ്ടിയാണ്, കേരള വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ചെറിയൊരു ബഡ്ജറ്റിൽ ക്രെട്ട നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് കാണിക്കുന്നത്. അതും ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ 2015-16 റൈസർ, ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആണ്. SX പ്ലസ് വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, വണ്ടി എന്ത് പാട്? മെക്കാനിക് കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയല്ലേ? ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 1.15 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് ഡിക്കാണ് റീപ്ലേസ് ഉള്ളത്. ബോണറ്റൊന്നും റീപ്ലേസ് ഇല്ല അല്ലേ? നല്ല അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത്. വേറെ വണ്ടി പ്രശ്നങ്ങളൊന്നും ഇല്ല. എത്ര ചെയ്യാൻ പറ്റും ഇത്? ഇതിന് 7.30. 7.30 ചെയ്യാം. ലോണ് വേണേ ഒരു 6 രൂപ ലോൺ കിട്ടും അല്ലെ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഖിദ്മത്തിന്റെ ഒറിജിനൽ കേരള ഇന്നോവ കാർ ആണ് നിങ്ങൾ കാണിക്കുന്നത്. അതും കമ്പനി ടൈപ്പ് 4 വന്ന വണ്ടി അല്ല? 2015 വണ്ടി അല്ല? 15 വണ്ടിയാണ്. അതേപോലെ ഓപ്ഷൻ ഏതാ? വി ആണ്. ഒറിജിനൽ കേരള, സിംഗിൾ ഓണർ, 1,17,000 ഓടിന്. ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, നല്ല നീറ്റ് സിൽക്കി ഗോൾഡ് കളർ. അതെ, സിൽക്കി ഗോൾഡൻ കളറാണ്. ഒരു ഇന്നോവ കാർ നോക്കുന്ന ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഇത്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഇല്ല, റീപെയിന്റും ഇല്ല. അത്രക്ക് നീറ്റ് അല്ലേ? എത്രക്ക് ചെയ്യാൻ പറ്റിയത്? 11.70 ചോദിക്കുന്നത്. 11.70 ചോദിക്കുന്നുണ്ട്. ഓക്കെ, ലോണൊക്കെ എത്ര മാക്സിമം? ലോൺ എന്തായാലും ഒരു 9 ലക്ഷം ലോൺ കിട്ടും അല്ലേ? അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡല്, പെട്രോൾ, മാനുവൽ, സിംഗിൾ ഓണർ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിച്ചു അല്ലേ? ആകെ 45,000 ഓടിയിട്ടുള്ളൂ. ഹോണ്ട സിറ്റിയിൽ പെട്രോൾ വണ്ടി കുറെ ആളുകൾ നോക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി. പിന്നെ ടയറൊക്കെ പുതിയത് പെട്ടാണ്. ആക്സിഡന്റ് റീപ്ലേസിംഗ് ഒന്നുമില്ല. നീറ്റ് വണ്ടി, സിംഗിൾ ഓണർ ആട്ടോ വണ്ടി. ഒരേ ഒരു ഓണർ അല്ലെ? വെറും 46,000 കിലോമീറ്റർ ഓടി. 45,000 ഓടി. 45,000. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്ന വില 6,50,000. 6.50 ചോദിക്കുന്നുണ്ട്. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇതൊരു 70 ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. ഇത് ഡീസൽ പെട്രോളാ? ഡീസൽ ഹൈബ്രിഡ് വണ്ടി. ഹൈബ്രിഡ് 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. 2017 മോഡല്, VDI
ഓപ്ഷൻ വണ്ടിയാ. ഓക്കെ, VDI ആണ് ഓപ്ഷൻ വരുന്നത്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഭാഗത്ത്. ഓണർ വണ്ടിയാ, ഒരേ ഒരു ഓണർ അല്ല? ഓണർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടം കുറവുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അല്ലല്ല, റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട് അല്ലേ? അത് മേജറാ മൈനറാ? മൈനർ ആയിട്ട് എന്തെങ്കിലും ആവും മാറ്റിയത്. വേറെ ഫ്രണ്ടില് ഗ്രില്ലോ ഹെഡ്ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. ഈ ടോപ്പ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇതിന് 6 ലക്ഷം റുപ്യ ചോദിക്കണേ. പിന്നെ ഏകദേശം ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. ഇരുമത്തിന്റെ ഒരു പെട്ടി പീസ് ഇറ്റിയോസ് ആണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്ന. നല്ല ബൂട്ട് സ്പേസ്, മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വാഹനം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള വണ്ടി. വളരെ കുറവ് അല്ല, ഇത് കാണാൻ നല്ല ലുക്ക് ഉണ്ട്. കേരള വണ്ടിയാ? കേരള വണ്ടി, ഒറിജിനൽ കേരള. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല, നീറ്റ് വണ്ടി. 2 ലക്ഷം കിലോമീറ്റർ ഓടി. 2 ലക്ഷം ഓടി. 2 ലക്ഷം സർവീസ് കാര്യങ്ങൾ. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും, ടെൻഷൻ വേണ്ട. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ടൊയോറ്റന്റെ വണ്ടിക്ക് എത്ര കിലോമീറ്റർ ഓടിയാലും ഒരു പ്രശ്നമില്ല. പിന്നെ കാര്യമായിട്ട് നോക്കേണ്ട ആക്സിഡന്റ് ആ സംഭവം അല്ല. ഒരു പീസ് റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഒരു സാധനം റീപ്ലേസ് ഇല്ല. ഓക്കെ, നമ്മൾ ചോദിക്കണ വില 4,35,000. ഒരു 3.5 ലക്ഷം റുപ്യൊക്കെ ലോൺ കിട്ടും. ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പൈസ മതിയല്ലേ? ഒരു 50 ഉറുപ്പിക ഇറക്കാം. 50 ഉറുപ്പ് 1 ലക്ഷം രൂപ വേണ്ടി വരും. 1 ലക്ഷത്തിന്റെ അടുത്ത് ഒരു 80 ഒക്കെ വേണ്ടി വരും അല്ലേ? അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി, മാരുതിന്റെ എസ്ക്രോസ് ഹൈബ്രിഡ് ഡീസൽ വണ്ടിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു നേവി കളർ, എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2018 മോഡല്. സീറ്റാണ് വേരിയന്റ്. സീറ്റാണ് ഓപ്ഷൻ വരുന്നത്. ഉള്ളിന്റെ തൊട്ട് താഴെയുള്ള ഡീസൽ ഹൈബ്രിഡ് ആണ്. മാനുവൽ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വേറെ വണ്ടിമോ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും. ഇത് വാറന്റിയും കൊടുക്കാം അല്ല? ഇതിനൊക്കെ വാറന്റി, 1 കൊല്ലം വാറന്റിയും കൊടുക്കാം. എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെ വാറന്റി കിട്ടും. ഒക്കെ കൊടുക്കാം. പിന്നെ ഇതിന് ലോൺ വേണ്ടവർക്ക് ഒരു 80 ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്ത് കൊടുക്കാം. അതിന് ചോദിക്കണ വില പിന്നെ 7 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കോട്ടാ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറിയ ഒരു വിറ്റാര ബ്രസ്സയാണ്. നല്ലൊരു കിരുമത്തിന്റെ വണ്ടിയാണ് കേട്ടോ. ജീപ്പ് കോമ്പസിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ടോപ്പല്ല ഓപ്ഷൻ വരുന്നത്. ZDI ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയാണ് മോഡല്? ഇത് 2018 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് 2 കളറിൽ വന്ന വണ്ടിയല്ലേ? ഇത് 2 കളറിൽ വന്നത്. ഡബിൾ കളർ RC ഉണ്ടാവും അല്ലേ? ഓക്കെ, ടെൻഷൻ വേണ്ട. ടെൻഷൻ ഒന്നുമില്ല. ഇത് പിന്നെ 2018 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. ZDI ആണ് വണ്ടി. കിലോമീറ്റർ 1,10,000 ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 7,40,000 രൂപ ചോദിക്കണം. 7,40,000 കൊടുക്കാം. 7,40,000 ചോദിക്കണം. എന്തെങ്കിലും കുറച്ചിട്ട് കുറച്ച് കൊടുക്കല. ഒരു 50 ഉറുപ്പ്യ കണ്ട് ബാക്കി ലോൺ ചെയ്യാം. വണ്ടിമേ വേറെ പ്രശ്നങ്ങളൊന്നും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പെട്ടി പീസ് അല്ല? ഓക്കെ, ഇവിടെ ഒരു ജനപ്രിയ വണ്ടി കാണിച്ചു കൊടുക്കാം. ഒരു സ്വിഫ്റ്റ് കാറാണ്, വൈറ്റ് വണ്ടി. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവൽ ആണ്. 2022 മോഡല് VXI മാനുവൽ വണ്ടി. ഓക്കെ, നിലവിൽ ഫസ്റ്റ് ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഓട്ടം കുറവുണ്ടോ? 60,000 ഓടിന്. ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇതിന് നമ്മൾ 6,30,000 രൂപ ചോദിക്കുന്നത്. 6,30,000 ചോദിക്കുന്നത്. 50 ഉറുപ്പ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യല്ല. വണ്ടിമ വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. തട്ടുമുട്ടി ഇടികുത്തൊന്നും കേട്ടോ. ഇവിടെയുള്ള ഏകദേശം വാഹനങ്ങള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഹോണ്ടന്റെ അമേസ് ഡീസലില് ഓട്ടോമാറ്റിക് ഒരു റയർ പീസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത് കേട്ടോ. KL 14 കാസർഗോഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. നാസർക്ക, ഇത് എങ്ങനെയായിരുന്നു? ഇതിന് ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് 2020 മോഡല്, 21 4 മാസം ഡെലിവറി. ഒറിജിനൽ കേരള കേട്ടോ. ഈ പിന്നെ ഓട്ടോമാറ്റിക് ഡീസൽ കൂടുതലും റീവണ്ടിയാ വരുന്നത്. ഇത് കേരള വണ്ടിയാണ്. 55,000 ഓടിയിട്ടുള്ളൂ. വെറും 55. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 4 ടയറൊക്കെ പുത്തൻ ടയർ ഉണ്ട്. ഓക്കെ, നമ്മളിതിന് ചോദിക്കണ വില 9,70,000 ആണ്. 9,70,000 ചോദിക്കുന്നുണ്ട്. ലോൺ വേണ്ടവർക്ക് നമുക്കൊരു 8.5 ലോൺ ചെയ്യാം. ഒരു 1 ലക്ഷം രൂപ അടുത്തുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വണ്ടിമ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല നീറ്റ് വണ്ടി. ഒരു അമേസ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്ന ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി. നമ്മളെ വണ്ടി ഒക്കെ ഫുൾ നീറ്റ് വണ്ടിയാണ്. ഇവിടെയുള്ള ഏകദേശ വാഹനങ്ങൾക്ക് 1 വർഷം വരെ വാറണ്ടി വാറണ്ടി കൊടുക്കാൻ. ഇതിനൊക്കെ 1 കൊല്ലം വാറണ്ടി തരും കേട്ടോ. ഒരു ടെൻഷനും വേണ്ട എടുക്കുന്ന ആൾക്ക്. ഒരു SUV ടൈപ്പ് വണ്ടി, ഒരു ഡസ്റ്റർ ആണ്. 85 അല്ല? 85 നല്ല വണ്ടിയാ. ആളുകൾ എൻക്വയറി ചെയ്യുന്ന വാഹനമാണ്. കംപ്ലൈന്റ് ഉണ്ടാവില്ല. കംപ്ലൈന്റ് ഉണ്ടാവില്ല. കംപ്ലൈന്റ് 110 നല്ല കംപ്ലൈന്റ്. അതെ.
ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പില്, 1 ലക്ഷം ഓടീന്, വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല, വണ്ടിയാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. ഇല്ല, കമ്പനി സെറ്റ് ആണ് വരുന്നത്. സെറ്റ് വരും. പിന്നെ അലോയ്സ് വരും, അലോയ്സ് വരുന്നുണ്ട്. വണ്ടി കണ്ടാൽ ഫോഗർ ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. ഉപയോഗിക്കാൻ നല്ല സുഖം. അത്യാവശ്യം 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുമല്ല. ഒരു ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. എത്രക്ക് ചെയ്യാൻ പറ്റൂ ഇത് 6 ലക്ഷം റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിക്കണ്ടല്ലോ. ലോൺ എത്ര കിട്ടും? ലോണ് ഒരു 10-70 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ലോൺ ചെയ്യാൻ പറ്റൂല. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഹ്യുണ്ടായിന്റെ വെന്യൂ, അതും സൺറൂഫ് അടക്കം വരുന്ന ഒരു ഡീസൽ വണ്ടിയാണ്. 20 കിലോമീറ്റർ വരെ മൈലേജും കിട്ടോട്ടാ. ഇത് എങ്ങനെയാണ് ആസിക മോഡൽ? ഇത് 2021 മോഡലാ. ഓക്കെ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഡീസൽ ആണ്, മാനുവൽ ആണ്, SX, സൺറൂഫ് വരും, എല്ലാ സെറ്റപ്പും ഉണ്ട്. ആൻഡ്രോയിഡ്, അലോയ്സ്, പുഷ്പട്ടൻ വരുന്നില്ല, ബാക്കിയെല്ലാം വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിലവിൽ കമ്പനി വാറണ്ടി കഴിഞ്ഞാണ്. അത് നമുക്ക് 1 വർഷത്തെ വാറണ്ടി ഇപ്പൊ എടുത്തു വെച്ച വണ്ടിയാണ്. വാറണ്ടി ഒക്കെ എടുത്തു വെച്ച വണ്ടിയാണ്. കൊടുക്കല വാറണ്ടി. ഇൻഷുറൻസും പുതിയതാണ്. ഇതിന് നമ്മൾ ചോദിക്കണ വില 8,70,000. 8,75,000. അതും ഡീസൽ വണ്ടി. ഒരു 60 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യല. ആവശ്യക്കാർ വിളിച്ചോട്ടെ.